ഒരു ഡിവോഴ്സായ ചെറുക്കൻ, അതൊന്നും വേണ്ട ഒരു കൊച്ചു ഉണ്ടെന്ന്. വേറെ ഒന്നിനും കിട്ടിയില്ല അവക്ക്. ചേച്ചി ഇറങ്ങിയെന്നാണ് അമ്മ പറഞ്ഞേ? ആ ഇറങ്ങിയെന്നാ പറഞ്ഞേ. ഇനി എന്തൊക്കെ കോലാഹലം ഇനി ഇവിടെ ഉണ്ടാവുമോ എന്തോ. എന്തൊക്കെ ഉണ്ടായാലും പ്രതീക്ഷേട്ടനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. പറയേണ്ടവരടക്കടത്ത് പറഞ്ഞോട്ടെ. എടി മോളെ, നീ നിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ നീ അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക. നിന്റെ കല്യാണം അത്രയും സ്വപ്നം കണ്ടോണ്ടിരുന്ന അവള്. നിനക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കല്യാണത്തിന് ഇതിന് മുന്നേ വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ അവൾ അന്വേഷിച്ചപ്പോൾ കൊള്ളില്ലാന്ന് കണ്ടപ്പോൾ അവളായിട്ട് തന്നെ അത് വേണ്ടാന്ന് വെച്ചതാ. അങ്ങനെ ഇരിക്കുന്ന അത്രയും നിന്നെ അത്രയും സ്നേഹം അവൾക്ക്. അവളുടെ അടുത്ത് നീ ഒരു രണ്ടാം കെട്ടുകാരനെ കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയായാലും വിഷമമുള്ള കാര്യമല്ലേ? അമ്മ രണ്ട് കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരാളെ അത്രയും മോശമായിട്ട് കാണുന്നത് എന്തിനാ? അമ്മ പ്രതീക്ഷേണ്ട എല്ലാ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതല്ലേ. എൻ്റെ മോളെ എനിക്കറിയാം, ആദ്യം വന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഇഷ്ടക്കുറവുണ്ടായിരുന്നു. പിന്നെ ആ പയ്യനെ കണ്ട് സംസാരിച്ച് അതൊരു പാവാന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ എനിക്കും അച്ഛനും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചേച്ചി ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അവളെനിക്ക് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും പ്രതീക്ഷേട്ടൻ ഇപ്പോൾ വരുമല്ലോ. ചേച്ചിയെ കണ്ട് സംസാരിക്കുമ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെടും. ആ ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. എന്തായാലും എന്നെ അപ്പോൾ ഒന്നും വിളിക്കണ്ട കേട്ടമ്മേ. അവരൊന്ന് സംസാരിച്ചിട്ട് പൊക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് വരുന്നുള്ളൂ കേട്ടോ. നീ എന്തായാലും റൂമിൽ പോയിരിക്കും. പ്രതീക്ഷ വരുമ്പോഴേക്കും ഞാൻ ഒന്ന് കുളിക്കട്ടെ. എവിടെ എൻ്റെ അനിയത്തി? അവളുടെ അഹങ്കാരം ഞാൻ തീർത്തു തരാം. അച്ഛനമ്മയ്ക്ക് ഒരു കഴിവുമില്ല. ഇടി നീ ഒന്ന് പതുക്കെ പറയടി. നീ ഇങ്ങനെ നാട്ടുകാർ മൊത്തം അറിയിക്കല്ലോ ഇപ്പൊ തന്നെ. പിന്നെ നാട്ടുകാർ പിന്നെ ഒന്നും അറിയില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ മൊത്തം നാട്ടുകാർ മൊത്തം പറഞ്ഞു നടക്കാൻ പോണ കാര്യം തന്നെയായിരിക്കും. ചർച്ചാ വിഷയമായി എല്ലാവർക്കും. എൻ്റെ അമ്മ അവൾക്കിത് എന്നാത്തിൻ്റെ കേടാമ്മേ? ഒരു ഡിവോഴ്സായ ചെറുക്കൻ, അതൊന്നും വേണ്ട ഒരു കൊച്ചു ഉണ്ടെന്ന്. വേറെ ഒന്നിനും കിട്ടിയില്ല അവൾക്ക്. ഞാൻ എത്ര നല്ല ബന്ധങ്ങൾ അവൾക്ക് കൊണ്ട് കൊടുക്കാം. എത്ര നല്ല വീട്ടുകാരും നല്ല ജോലിയുള്ള നല്ല ചെറുക്കന്മാരെ ഞാൻ അവൾക്ക് കൊണ്ട് കൊടുക്കാം. ഇവക്ക് അവിടെ ഒന്ന് വിടാൻ പറയുന്നതെന്ന്. എൻ്റെ മോളെ അങ്ങനെയൊന്നും വിടുമെന്ന് എനിക്ക് തോന്നണില്ല. ഈ കല്യാണം നടത്തി കൊടുത്തില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ വേറൊരു കല്യാണം കഴിക്കില്ലെന്ന് അവള് പറയണത്. ആ ചെറുക്കൻ പിന്നെ ഇവിടെ വന്ന് സംസാരിച്ചൊക്കെ ചെയ്തല്ലോ. അതുകൂടെയൊക്കെ കണ്ടപ്പോൾ ഒരു പാവമാടി. ഇതേ അമ്മേ, അമ്മയും കൂടെ സപ്പോർട്ട് പറയാൻ നിൽക്കില്ല കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് അരിച്ചോരി വരുന്നുണ്ട് ഓരോന്നൊക്കെ പറയുന്നത്. എൻ്റെ അമ്മ, ഞാൻ ചേട്ടൻ്റെ ബന്ധുക്കാരോടൊക്കെ എന്താ പറയേണ്ടത്? അവർക്ക് എന്തൊക്കെ കഥകൾ അടിച്ചിറക്കുന്നറിയോ? ഇനിയിപ്പോൾ നാളെ ഇവരുടെ കല്യാണം കഴിഞ്ഞാൽ തന്നെ എന്തായിരിക്കും അവസ്ഥ? ആ ചെറുക്കൻ്റെ ആദ്യത്തെ ഭാര്യയിലുള്ള കുഞ്ഞിന് ഇവർക്ക് ഉത്തരവാദിത്വം ഇല്ലേ? എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല അമ്മേ. എടി അതൊന്നും കാണില്ല. പിന്നെ പ്രതീക്ഷിന്റെ ആദ്യ ഭാര്യ വേറെ വിവാഹം കഴിച്ചെന്നും കേട്ടെ. ആ കൊച്ചു അവളുടെ കൂടെയാ. ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു കാര്യം തോന്നിയായിരുന്നു. എൻ്റെ ഈ പ്രതീക്ഷ എന്ന് പറയുന്നവൻ അത്ര പാവമൊന്നുമല്ല. ഇവൻ്റെ ഈ ആദ്യത്തെ ഭാര്യ ഡിവോഴ്സായി പോയി, അതെന്തെങ്കിലും ആവട്ടെ. ആ കൊച്ചി ഇവൻ്റെ കൂടെ വന്നില്ലല്ലോ. ആ പെണ്ണിൻ്റെ കൂടെ തന്നെയല്ലേ പോയത്. അപ്പം ഇവനെന്തോ ടോക്സിക് എന്തോ ആണ്. അങ്ങനെ തന്നെയാ അത്. എൻ്റെ മോളെ, നീ ഇങ്ങനെ വെറുതെ കാട് കയറി സംസാരിക്കല്ലേ. നീ എങ്ങോട്ടേക്ക് പോകുന്നത്? അതും ഇതൊക്കെ വെറുതെ അനാവശ്യം പറഞ്ഞിട്ടുണ്ടാക്കല്ലേ. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും പ്രതീക്ഷ വരുമല്ലോ. നീ അവനോടൊന്ന് സംസാരിച്ച് നോക്കുക. അപ്പം നിനക്ക് ഏകദേശം ഒന്ന് മനസ്സിലാവുമല്ലോ. പിന്നെ നമുക്ക് നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിക്കാം അവനെക്കുറിച്ച്. ഓ, അപ്പം അമ്മ കല്യാണം നടത്താതെ അങ്ങ് തീരുമാനിച്ചല്ലേ? ഞാൻ എന്തായാലും സമ്മതിക്കില്ല. നോക്കിക്കോ, എൻ്റെ ജീവനാണ് ഞാൻ സമ്മതിക്കില്ല. പയ്യൻ വന്നടി. എടി നീ ഒന്ന് മയത്തിലൊക്കെ സംസാരിക്കാവൂട്ടാ. കടത്ത് എടുത്തു കാടി സംസാരിക്കരുത്. വാ, ഉള്ളിലേക്ക് വിളിച്ചു വരുത്ത്. വാ, ഞാൻ നോക്കാം. ചേച്ചിക്ക് എന്നോട് ദേഷ്യമാണെന്നറിയാം. പ്രതീക്ഷേ, ഞാൻ ഉള്ള കാര്യം പറയാം. എനിക്കിതിനോട് തീരെ താല്പര്യമില്ല. എനിക്ക് എന്തോ നല്ല ഇഷ്ടക്കുറവുണ്ട്. ഞാൻ അറിഞ്ഞപ്പോൾ തൊട്ട് ഇത് അവളെ എങ്ങനെയും പിന്തിരിപ്പിക്കാനാണ് നോക്കണേ. ഞാനും അവൾ തമ്മിൽ 5 വയസ്സ് വ്യത്യാസമുണ്ട്. അവളുടെ കല്യാണത്തൊക്കെ പറഞ്ഞ് എനിക്ക് അത്രയും സ്വപ്നമുള്ള കാര്യമാണ്. എല്ലാവരുടെയും ഇഷ്ടപ്രകാരം എല്ലാവരുടെയും ആഗ്രഹപ്രകാരം നടക്കുന്നതാണ്. ഇങ്ങനൊരു കല്യാണം നടന്ന നാട്ടുകാരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്നറിയോ? ചേച്ചി അതൊക്കെ പോട്ടെ, എൻ്റെ കല്യാണം കഴിഞ്ഞാണ്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ എന്താ പറയേണ്ടത്? എൻ്റെ അനിയത്തി രണ്ടാം കെട്ടുകാരനെ കെട്ടാൻ പോകണമെന്നോ? അവരുടെ മുഖത്തൊക്കെ ഞാൻ എങ്ങനെ നോക്കും? പ്രതീക്ഷത്തിൻ്റെ പെങ്ങളുടെ സ്ഥലത്താണ് എൻ്റെ അനിയത്തിയെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന പോലെ പ്രതീക്ഷ ചിന്തിക്കുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് എൻ്റെ അവളുടെ ഭാവി ഓർത്ത് നല്ല ടെൻഷനുണ്ട്. ഇത് എന്താവുമെന്ന് എനിക്കറിയില്ല. ചേച്ചിയുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ ഒരു രീതിയിൽ അവളെ വേദനിപ്പിക്കില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടക്കുറവുണ്ട്. അവളിത് വീട്ടിൽ വന്ന് സംസാരിച്ച സമയത്ത് ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. എന്തു പറ്റി? ഓ അതൊന്നുമില്ല. ചേട്ടന് കുറച്ച് കാലമായിട്ടൊരു കാലിൻ്റെ വണ്ണയിലൊരു വേദന ഉണ്ടായിരുന്നു. ഈയിടെ ആശുപത്രി പോയപ്പോഴാണ് അറിഞ്ഞാൽ അവിടെ ഒരു ദശ വളർന്നുണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പറേഷനൊക്കെ ആയിട്ട് 5-8 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. നിങ്ങൾക്ക് പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ പിന്നെ പൈസയുടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായി കാണില്ല. ഇൻഷുറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ 2 വള അടയിൽ വെച്ചിട്ട് ആശുപത്രിയിൽ ബില്ലടച്ചത്. പിന്നെ ഇൻഷുറൻസ് ഒക്കെ പറഞ്ഞാൽ ഒത്തിരി പൈസ അടയ്ക്കണ്ടേ? ഇല്ല. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉള്ള ലിങ്കിൽ പോയാൽ മാസം 400-500 രൂപ മുതലുള്ള പ്ലാനുകളുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. 1 കോടി വരെയൊക്കെ കവറേജ് ഉള്ള പ്ലാനുകൾ 25% വരെ ഡിസ്കൗണ്ടോട് കൂടി എടുക്കാം. ഓ, ഇത്ര വിലക്കുറവിലൊക്കെ പ്ലാനുകൾ എടുക്കാൻ പറ്റുമല്ലേ? പിന്നല്ലാതെ നിങ്ങൾ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളെല്ലാം കൂടെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഷുറൻസ് എടുക്കാം. പിന്നെ ക്ലെയിം സപ്പോർട്ടൊക്കെ 30 മിനിറ്റിനുള്ളിൽ കിട്ടും. പ്രവാസികൾക്കൊക്കെ പുറംനാട്ടിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ 35% വരെ ചിലവ് കുറവിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. പിന്നെ എന്തെങ്കിലും അസുഖം വന്ന് എടുക്കുന്നതിനേക്കാൾ മുമ്പ് എടുത്തു വെക്കുന്നതാണ് നല്ലത്. നീ പറഞ്ഞു വെച്ചപ്പോൾ സംഭവം കൊള്ളാം. എൻ്റെ ഭർത്താവിനോട് ഒരെണ്ണം എടുത്തു വയ്ക്കാൻ പറയണം. ചേച്ചി, എൻ്റേതല്ലാത്ത തെറ്റുകൊണ്ടാണ് ഞാൻ ഈ പഴിയൊക്കെ കേൾക്കേണ്ടി വരുന്നത്.
ഞാൻ ഒരു കല്യാണം കഴിച്ചതാണ്, അതിലൊരു കുഞ്ഞുണ്ട് എനിക്ക്. പക്ഷേ ആ കുഞ്ഞ് എൻ്റെ അല്ല. അവൾക്ക് കല്യാണത്തിന് മുമ്പ് റിലേഷൻ ഉണ്ടായിരുന്ന അവൾ അതിൽ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം തന്നെയാണ് അവിടെ സമ്മതമില്ലാതെ ഞാനായിട്ടുള്ള വിവാഹം നടത്തിയത്. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഞാനിതൊക്കെ അറിയുന്നത്. അത് അറിഞ്ഞ് പിന്നെ തുടരുന്നതിൽ കാര്യമില്ലല്ലോ. അങ്ങനെയാണ് മ്യൂച്വൽ ഡിവോഴ്സ് ആയത്. ഞങ്ങളുടെ ഡിവോഴ്സിന് ശേഷം അവൾ ആ പയ്യനെ തന്നെ വിവാഹം കഴിച്ച്. ഇതൊക്കെ ഞാൻ പൂജയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. എല്ലാം അറിഞ്ഞിട്ടാണ് ചേച്ചിയുടെ അനിയത്തി എന്നെ സ്നേഹിച്ചത്. നാളെ കല്യാണം കഴിഞ്ഞാലും പൂജ ഞാൻ ഒരു രീതിയിലും വേദനിപ്പിക്കില്ല. ഞാൻ ഇറങ്ങുകയാണ്. നിങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചിട്ട് എന്നെ അറിയിച്ചാൽ മതി. എടീ മോളെ, എങ്ങനെയുണ്ട് പ്രതീക്ഷനോട് സംസാരിച്ചിട്ട്? അമ്മ സംസാരിച്ചിട്ടൊന്നും വലിയ കുഴപ്പമില്ല. അയാളൊരു പാവമൊക്കെ തന്നെയാണ്. പക്ഷെ നാട്ടുകാരൊക്കെ എന്ത് പറയും അമ്മേ? നാട്ടുകാരെ നോക്കിയല്ല ഞാൻ ജീവിക്കുന്നത് കേട്ടോ ചേച്ചി. നീ മിണ്ടരുത്. ഈ തലവേദന മൊത്തം വരുത്തി വെച്ച നീയാണ്. അന്യ മതത്തിലുള്ള പയ്യനാണെങ്കിൽ ഇതിനും ഭേദമായിരുന്നു. ചേച്ചി എന്ത് ചേച്ചി ഇങ്ങനെ സംസാരിക്കരുത്? എല്ലാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ വർത്തമാനം പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? ചേച്ചി, പ്രതീക്ഷയുടെ തെറ്റുകൊണ്ടല്ലാണ്ട് ആ പുള്ളിയുടെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യത്തിന് ജീവിതകാലം മുഴുവൻ അനുഭവിക്കണോ? ഒരു കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയെന്ന് വിചാരിച്ചിട്ട് ജീവിതകാലം മുഴുവൻ ഒറ്റപ്പെട്ട് ജീവിക്കണമെന്നുണ്ടോ? വേറെ കല്യാണം കഴിക്കാൻ പാടില്ലെന്നുണ്ടോ? എടി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഹലോ, ആ ചേട്ടാ ഇറങ്ങിയില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാ. ഞാനത് എടുത്തിട്ട് പോന്നു. 300 രൂപ ഉണ്ടായിരുന്നയാ, പേഴ്സിൽ നിന്ന് എടുത്തിട്ട് വന്നയാ. ചേട്ടനോട് ചോദിക്കാൻ പറ്റിയില്ല. ഹലോ, എല്ലാവരുടെയും സമ്മതപ്രകാരം നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ബോധിപ്പിച്ച് ചേച്ചി കള്ളം കഴിച്ചല്ലോ. എന്നിട്ട് ചേച്ചിയുടെ അവസ്ഥ എന്താണ്? അച്ഛനും അമ്മയും എന്ത് കഷ്ടപ്പെട്ടാണ് ചേച്ചിനെ പഠിപ്പിച്ചത്? എന്നിട്ട് ചേച്ചിക്ക് ജോലിക്ക് പോകാൻ അവസ്ഥയുണ്ടോ? ചേച്ചിക്ക് ജോലിക്ക് പോകാൻ ചേട്ടൻ സമ്മതിക്കുമോ? 10 രൂപ വേണമെങ്കിൽ ചേട്ടനോടെ ഇറക്കണം. എന്തായാലും ആ ഒരു ഗതികേട് എനിക്ക് എന്തായാലും വരില്ല. എൻ്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് പ്രതീക്ഷേട്ടൻ. തൻ്റെ അല്ലാതെ തെറ്റുകൊണ്ട് പുള്ളിയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവത്തെ വെച്ചിട്ട് അങ്ങനെ ഒരു മനുഷ്യനെ വിട്ടുകളയാൻ ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഒരാളെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് പ്രതീക്ഷേട്ടനെ മാത്രമായിരിക്കും. ഇതിനി ആരൊക്കെ സമ്മതിച്ചില്ലെങ്കിലും. മോളെ, നീ ഇങ്ങനെ നടന്ന് വാശി പിടിക്കാതിരിക്കേ. അവക്കതിലെ സന്തോഷമെങ്കിൽ അങ്ങനെ ആവട്ടെ. അമ്മ, എൻ്റെ ജീവിതം അമ്മയ്ക്ക് അറിയാലോ. ഞാൻ അനുഭവിക്കുന്ന ഗതികേട് എൻ്റെ അനീതിക്കെങ്കിലും ഉണ്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവൾക്കൊന്ന് ഓരോ ആലോചനയും അത്രയും ആലോചിച്ചും ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനോ പെട്ടുപോയി. അവൾക്കെങ്ങനെ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. ഇനിയിപ്പം ഞാനൊന്നും പറയില്ല അമ്മ. അവളുടെ ഇഷ്ടം, അവളുടെ താല്പര്യം എന്താണെങ്കിൽ അതുമായിട്ട് അവൾ മുന്നോട്ട് പോട്ടെ. എനിക്ക് ഒരു എതിർപ്പുമില്ല. അവൾ നന്നായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ അമ്മ. ഞാൻ ഇറങ്ങട്ടെ. പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയേ. ഇനി ലേറ്റായ ചേട്ടനെ ഒന്ന് കൈ കിട്ടും. ഇടിക്കുക പുറത്തിട്ട്. പിന്നെ പേഴ്സിൽ നിന്നൊരു 300 രൂപ എടുത്തിട്ടുണ്ടായിരുന്നു ഇറങ്ങാൻ നേരത്തെ. അത് പറയാനും മറന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ അതിനും കേൾക്കാൻ ചീത്ത. ശരി എന്നാ, ഞാൻ ഇറങ്ങട്ടെ കേട്ടാ.